നമസ്കാരം, ഞാൻ ദീപ്തി. ഹൈ സ്ലീപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ്. ശാസനയോ ശിക്ഷയോ? VS-നെതിരെ ആക്ഷേപ കൊടുങ്കാറ്റായി സംസ്ഥാന നേതൃത്വം. വിവാദ പരാമർശങ്ങൾ വിഭാഗീയത ലക്ഷ്യം വെച്ച്. UDF-ന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ VS രക്ഷകനാകുന്നു എന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രമേയം. VS-ന്റെ പരാമർശങ്ങൾ തെറ്റും അടിസ്ഥാനരഹിതവും. പാർട്ടി താൽപര്യങ്ങൾക്ക് നിരക്കുന്നതല്ല അത്തരം പരാമർശങ്ങൾ. വിഭാഗീയത ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ വച്ചുപൊറുപ്പിക്കില്ലെന്നും കോടിയേരി. VS-ന്റെ പ്രവർത്തനം പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ. പുതിയ ആരോപണങ്ങൾ കുത്തിപ്പൊക്കുന്നത് UDF-നെ സഹായിക്കാൻ. പാർട്ടി നിലപാടുകളെ VS വളച്ചൊടിക്കുന്നു എന്നും പ്രമേയം. VS അച്ചടക്ക ലംഘനം നടത്തുന്നത് ആദ്യമല്ല. തെറ്റുതിരുത്താൻ തയ്യാറല്ലാത്ത സഖാവ് അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രമേയം അച്ചടക്ക നടപടി അല്ലെന്നും അണികളിൽ ആശയവ്യക്തത വരുത്താനാണ് വിശദീകരണമെന്നും കോടിയേരി. മാണിക്ക് വേണ്ടത് സൗമനസ്യം. മുഖ്യമന്ത്രി സ്ഥാനത്ത് കണ്ണുവച്ച് KM മാണി വീണ്ടും. മുഖ്യമന്ത്രിയാക്കാൻ സൗമനസ്യം കാട്ടേണ്ടത് മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കക്ഷിയെന്ന് കോൺഗ്രസിന് മാണിയുടെ ഒളിയമ്പ്. മുന്നണി ബന്ധങ്ങളും UDF സർക്കാരിന്റെ 4 വർഷങ്ങളും വിലയിരുത്തുന്ന മാണിയുടെ അഭിമുഖം കേരള കൗമുദിയിൽ. മുഖ്യമന്ത്രി സ്ഥാനം വരേണ്ടതുണ്ടെങ്കിൽ വരും, പിടിച്ചുവാങ്ങാനില്ലെന്നും മാണി. മുന്നണി വിടുന്ന കാര്യത്തിൽ ഓരോ കാലഘട്ടത്തിലും കേരള കോൺഗ്രസിനുള്ളത് ഒരു പൊതുതത്വം. ജോസ് കെ മാണി ജനപ്രിയനാകുന്നതിൽ അതൃപ്തിയുള്ളവരുണ്ട്. PC ജോർജുമായി ശത്രുതയില്ലെന്നും മാണി കേരള കൗമുദിയോട്. 8 ബാറുകൾ പൂട്ടേണ്ടി വന്ന ബാറുടമയുടെ വിരോധമാണ് ബാർ കോഴ ആരോപണം. വിജിലൻസ് അന്വേഷണം വൈകുന്നതിൽ അഭിപ്രായം പറയുന്നില്ല. വികസന കലണ്ടർ നടപ്പാക്കി പദ്ധതികൾ പൂർത്തീകരിക്കുമെന്ന് മാണിയുടെ ഉറപ്പ്. അഴിമതിയുടെ സിമന്റ് കൂടാരം. മലബാർ സിമന്റ്സിൽ കഴിഞ്ഞ 8 വർഷത്തിനിടെ 32 കോടിയുടെ അഴിമതിയെന്ന് വിജിലൻസ്. 6 കേസുകളിൽ 4 എണ്ണത്തിൽ വിവാദ വ്യവസായി VM രാധാകൃഷ്ണൻ പ്രതിയെന്നും വിജിലൻസ്. രാധാകൃഷ്ണൻ പ്രതിയായ 3 കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ചു. 3 കേസുകളിൽ അന്വേഷണം പുരോഗമിക്കുന്നുവെന്നും വിജിലൻസ്. മലബാർ സിമന്റ്സ് മുൻ കമ്പനി സെക്രട്ടറി ശശീന്ദ്രന്റെ മരണത്തിൽ VM രാധാകൃഷ്ണന് പങ്കുണ്ടെന്നും ആരോപണം. മലബാർ സിമന്റ്സ് മുൻ MD സുന്ദരമൂർത്തിയുടെ രഹസ്യമൊഴിയിൽ കുരുക്കിലായത് മുൻ മന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ എളമരം കരീം. രഹസ്യമൊഴിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് VM സുധീരൻ. റോയൽ മാർച്ച്. രാജസ്ഥാൻ റോയൽസിനെ 71 റൺസിന് തകർത്ത് ബാംഗ്ലൂർ റോയൽ ചാലഞ്ചേഴ്സിന്റെ IPL കുതിപ്പ്. ഫൈനലിലെത്താൻ ബാംഗ്ലൂരിനെ നേരിടേണ്ടത് ചെന്നൈ സൂപ്പർ കിങ്സിനെ. ഇന്നലെ നടന്ന എലിമിനേറ്റർ പോരാട്ടത്തിൽ രാജസ്ഥാനെതിരെ നേടിയത് ആധികാരിക ജയം. ആദ്യം ബാറ്റ് ചെയ്ത ബാംഗ്ലൂർ 20 ഓവറിൽ നേടിയത് 180 റൺസ്. രണ്ടാമത് ബാറ്റിംഗിനിറങ്ങി രാജസ്ഥാനെ എറിഞ്ഞിട്ടത് 109 റൺസിന്. അർദ്ധ സെഞ്ചുറി നേടിയ AB ഡിവിലിയേഴ്സ് കളിയിലേക്ക് ഏമൻ. ഡിവിലിയേഴ്സിന് പിന്തുണയുമായി മൻദീപ് സിംഗ്. ചെന്നൈ ബാംഗ്ലൂർ 2ാം ക്വാളിഫയർ നാളെ. മത്സരം രാത്രി 8-ന് റാഞ്ചിയിൽ. ജയിക്കുന്നവർ ഫൈനലിൽ മുംബൈ ഇന്ത്യൻസിനെ നേരിടും. മത്സരം ഞായറാഴ്ച കൊൽക്കത്ത ഈഡൻ ഗാർഡനിൽ. ഹൈ സ്ലീപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റ് ബൈ സിനിക്കോൺ പംപ്സ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.